നമസ്കാരം. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ കോഴിക്കോട് സെഷൻസ് കോടതി എനിക്ക് ജാമ്യം നിഷേധിച്ച കാര്യമാണ് പറഞ്ഞത്. ഞാൻ അതിൽ കോടതികൾ പുലർത്തേണ്ട കൃത്യമായ നിലപാട്, അതായത് ഒരു കേസ് വന്നാൽ അവിടെ ആദ്യം നോക്കേണ്ടത് കണ്ണ് കെട്ടിയിട്ടുള്ള നീതി ദേവതയുടെ മുഖത്തേക്കാണ്. ആ നീതി ദേവതയുടെ മുഖത്ത് നോക്കി എനിക്ക് യാതൊരു തരത്തിലും പക്ഷപാതമില്ല, എൻ്റെ മനസ്സ് തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ജഡ്ജ്മെന്റ് എഴുത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഒരു ജഡ്ജ് ഒരു കേസ് എടുക്കാൻ. ആ കേസ് എടുക്കുമ്പോൾ മുന്നിൽ കാണേണ്ടത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ആപ്തവാക്യമാണ്. അങ്ങനെ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ ജഡ്ജ്മെന്റുകൾ അടക്കം പഠിച്ചിട്ട് വേണം ഒരു ജഡ്ജ്മെന്റ് എഴുതാൻ. എന്നാൽ കോഴിക്കോട് സെഷൻസ് കോടതി ജഡ്ജ് ശ്രീമതി ബിന്ദു കുമാരി എഴുതിയ ജഡ്ജ്മെന്റ് തീർത്തും നിയമവിരുദ്ധവും ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയുമാണ് എന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റും. കൃത്യമായി പറഞ്ഞാൽ ഈ വിധി, അതായത് കോഴിക്കോട് സെഷൻസ് കോടതിയുടെ വിധി തീർത്തും ഒരു ഏകപക്ഷീയമായ നിലപാടിലൂടെയാണ് പോയിട്ടുള്ളത്. എൻ്റെ അഡ്വക്കേറ്റ് കൃത്യമായി അവിടെ മുഹമ്മദ് ആരിഫ് എന്തൊരു മനോഹരമായിട്ടാണ് അവിടെ വാദിച്ചുള്ളത്. അതേപോലെ അഡ്വക്കേറ്റ് വിമല ബിനു, ഇവർ രണ്ടുപേരും കൃത്യമായി സുപ്രീം കോടതിയുടെ വിധികളിൽ പറയുന്നുണ്ട് എന്താണ് IT ആക്ട് 67A എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഈ IT ആക്ട് 67A എന്ന് പറയുന്ന വകുപ്പിനെ എത്രമാത്രം മനോഹരമായിട്ടാണ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം എടുത്ത വിധി തീർച്ചയായും കേരളത്തിലെ എല്ലാ ജഡ്ജിമാരും അതേ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വായിക്കേണ്ടത്. രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ചും പിണറായി വിജയന് 10 പ്രാവശ്യം വായിപ്പിച്ച് കേൾപ്പിച്ചു. ആഭ്യന്തരമന്ത്രിയല്ലേ, ഇങ്ങനെ കള്ളക്കേസ് എടുക്കരുതെന്നും നിയമപരമായിട്ടാണ് പോകേണ്ടതെന്നും അദ്ദേഹം കൃത്യമായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നിർദ്ദേശം കൊടുക്കേണ്ടതാണ്. രാഷ്ട്രീയത്തിന്റെ വിരോധം വെച്ച് അല്ലെങ്കിൽ പ്രതികാരം വെച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക, ജയിലടയ്ക്കുക എന്നുള്ളത് നിർത്തിയില്ലെങ്കിൽ അവസാനം പിണറായി വിജയന് ഞങ്ങളൊക്കെ കൊടുക്കുന്ന കേസുമായി പോകേണ്ടത്. കാരണം ഞങ്ങളോടുള്ള പ്രതികാരം കൊണ്ടാണ് പിണറായി വിജയൻ അന്ന് ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി കേസെടുക്കുന്നത് എന്ന് തെളിയിക്കുന്ന കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹൈക്കോടതി വിധിയിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ഹൈക്കോടതി വിധിയുടെ ഏറ്റവും പ്രധാനം എന്താണെന്ന് അറിയാമോ? ഇതിപ്പം KLTയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. നന്ദകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഡോക്ടർ കൗസർ എടപ്പകത്ത് എന്ന് പറയുന്ന ടൈറ്റിലിൽ തന്നെ ഇത് KLTയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയും ഗൗരവമുള്ള ഒരു കേസായി 2026 KLT 551 അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഇനി എല്ലാ കോടതികളിലും റഫറൻസിന് വേണ്ടിയിട്ട് ഈ വിധി ഉപയോഗിക്കും. ഹോണറബിൾ ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്ത്, നന്ദകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, BA നമ്പർ 12607 of 2025, decided on 30th January 2026. അല്ല, ഏറ്റവും പ്രധാനമായി എനിക്ക് പേരെടുത്ത് പറയേണ്ട അഡ്വക്കേറ്റ് രാജീവിൻ്റെയാണ്. കോഴിക്കോട് മുഹമ്മദ് ആരിഫ് എന്ന അഡ്വക്കേറ്റ് നടത്തിയ ധീരമായ പോരാട്ടം, കോടതിയിൽ നിയമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി അദ്ദേഹം വാദം നടത്തിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യമാണ്. പല അഡ്വക്കേറ്റ്മാർ കൃത്യമായി പഠിക്കാതെയാണ് കോടതി കയറുക, ടെക്നിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇത് അങ്ങനെയല്ല. വാസ്തവമായി ഈ വീഡിയോയിലെ പ്രസക്ത ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായിട്ടാണ് അദ്ദേഹം വന്നത്. ഞാൻ ഈ വീഡിയോയിലെ ആദ്യം തന്നെ എന്താ പ്രസംഗിച്ചത്, പിണറായി വിജയൻ പറയുന്ന കാര്യമാണ്. അതൊന്ന് കേട്ടുപോകും. ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ, അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം. ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില, അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടാ. കേട്ടല്ലോ, ഈ പിണറായി വിജയൻ പറയുന്നത് പച്ച കള്ളമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുകയാണ് VD സതീശൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ VD സതീശൻ അദ്ദേഹത്തെ എന്താ ചെയ്തത്? പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ശക്തമായ നിലപാടെടുത്തു. പിണറായി വിജയനോ P ശശിയെ എന്ന ആഭാസനായ പെണ്ണുപടിയനായ കണ്ണൂരിലെ പാവപ്പെട്ട ഒരു MLA CPM MLA മകളെ കയറിപ്പിടിച്ച, അതും പാർട്ടി ഓഫീസിൽ കയറിപ്പിടിച്ച ഒരാളെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ഇതാണ് പിണറായി വിജയനും തമ്മിലുള്ള ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന വ്യത്യാസം. കാരണം ഞാൻ P ശശിയുടെ കേസിൽ ഫൈറ്റ് ചെയ്ത ഒരാളാണ്. ആ തെളിവ്, അതായത് പാർട്ടി നടത്തിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്
നേരെ പോലീസിനൊന്ന് കൊടുത്തിരുന്നെങ്കിൽ, അല്ല കോടതിയിൽ സമർപ്പിച്ചിരുന്നെങ്കിൽ, ഞാൻ ഫയൽ ചെയ്ത കേസിൽ സമർപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് പി ശശി ജയിലിൽ നിന്ന് ഇറങ്ങുണ്ടാവില്ല. കാരണം അത്രയും അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണങ്ങളുണ്ട്. പലതും പേടിച്ചിട്ടാണ് പലരും പുറത്തു പറയാത്തത്, പരാതി കൊടുക്കാത്തത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എനിക്ക് ബാധകമല്ല. ഞാൻ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ തുടങ്ങിയതിൽ 1999 മുതൽ 98-99 മുതൽ തുടങ്ങിയതാണ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ പെണ്ണുപിടിയനായ ഒരാളാണ്. അദ്ദേഹമാണ് അന്ന് E.K. നായരെ പോലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും അവിടെ നടത്തിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹവും പിണറായി വിജയനും കൂടിയാണ് എൻ്റെ പേരിൽ കള്ളക്കേസ് എടുക്കുന്നത്. ഇവർ രണ്ടുപേരെയും പ്രതികളാക്കേണ്ടതാണ്. എന്നാലും ഇനി ഔദ്യോഗികമായി പറയുകയാണെങ്കിൽ പിണറായി വിജയനെ മാത്രമേ എൻ്റെ കേസിൽ പ്രതിയാക്കാൻ പറ്റൂ. പിണറായി വിജയൻ പ്രതി ആവണം ഉദ്ദേശത്തോടെയാണ് പി ശശി ഇങ്ങനെ കള്ളക്കേസ് എൻ്റെ പേരിൽ എടുക്കുന്നത്. കാരണം ഞാൻ ഇതിന് ഫൈറ്റ് ചെയ്യാൻ പോകുമെന്ന് കൃത്യമായി പി ശശിക്ക് അറിയാം. ഈ കേസിൽ പിണറായി ഒന്നും സപ്പോർട്ട് ഇല്ലാത്തതല്ലേ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നേ. നമുക്ക് ചേച്ചി വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഞാനൊരു കാര്യം ചോദിക്കുന്നുള്ളൂ. പിണറായി എന്നെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇന്നലെ എന്താ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞേ? ഇന്നലെ എന്താ കോടതിയിൽ കൊടുത്തേ? അവര് പൊളിറ്റീഷ്യൻസ് ആണ്. ഈ പറയുന്നതൊക്കെ നമ്മൾ തമ്മിൽ പറയാം. വാക്കെന്ന് പറഞ്ഞാൽ അവിടോട്ട് പോയാ നീ പോ നിന്റെ പാട്ടെന്ന് പറയും. എന്നാ പിടിച്ചോ മോത്തെറിയുന്നപോലെ ഇറങ്ങി കഴിഞ്ഞാ പിന്നെ സകല വാതിലും കുത്തിയടയ്ക്കും. നമുക്ക് അവരെ സോപ്പിട്ടേ നിൽക്കാൻ പറ്റും. നമ്മൾ രണ്ടുപേരും കൂടെ പറയും. നമ്മൾ ഈ ഉദ്യോഗസ്ഥരും നമ്മുടെ അടുത്ത് സംസാരിക്കും. അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. ട്രിക്സ് ആണ് അവർക്ക്. മനസ്സിലാണോ? തന്ത്രം. ആ തന്ത്രത്തിനൊന്നും പറഞ്ഞിട്ട് നമുക്ക് എതിര് പറഞ്ഞ് സംസാരിച്ച് ജയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അവരെ സ്നേഹിച്ച് നിന്നിട്ടേ കാര്യം സാധിക്കാം. എതിരാ അയാൾ പറഞ്ഞ തോന്നിയ ചേച്ചി കേട്ടില്ലേ? അങ്ങനെ ചോദിച്ചാൽ ചേച്ചി എന്താ ചെയ്യും? ചെരുപ്പൂരി അടിക്കുവോ? അത് നിന്റെ അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പോലീസും CM നേരത്തെ അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നതെന്നും കൂടെ മനസ്സിലാക്കിക്കോ. അത് ചേച്ചിക്ക് അറിയാമോ? അവര് പോകുമ്പോ ഞാൻ അല്ലെങ്കിൽ റെക്കോർഡ് എന്തിനു യൂസ് ചെയ്യണം? വിശ്വസിച്ച് വിളിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എന്റെ മനസ്സിനകത്ത് ബോധമുണ്ടെങ്കിൽ, അയാൾ വിളിക്കുന്നത് തന്ത്രപരമായ കാര്യങ്ങൾക്കല്ലാന്ന് ബോധമുണ്ടെങ്കിൽ ഞാൻ എന്തിനു പോകണം? റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ട് അയാൾ എന്റെ അടുത്ത് ചോദിച്ച ആ വാക്കുകളും അതിനകത്ത് വന്നു. ഇതൊക്കെ ആര് കേട്ടതാണ്? CM ഉൾപ്പെടെയുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കേട്ടതാണ്. അപ്പൊ ഒരു പെൺ ഒറ്റയ്ക്ക് താമസിച്ച ഇവന്റെയൊക്കെ സ്വഭാവം ഇതാണെന്നല്ലേ പറയുന്നത്? ആണോ? എന്താ വാർത്താ സമ്മേളനം നടത്താത്തത് PC ജോർജ്? ഇപ്പം മിനിറ്റിന് വാർത്താ സമ്മേളനം വിളിക്കുമായിരുന്നു PC ജോർജ്. ഇപ്പൊ PC ജോർജ് എവിടെ പോയി? ഞാൻ ആ വയറിൽ പിടിച്ച തള്ളിയത് അയാളെ എന്റെ അടുത്തോട്ട് വന്നതിന്. ഞാൻ ആ വയറിൽ 2 കൈ വെച്ച് ഒരൊറ്റ തള്ളു പുറകോട്ട്. പിന്നെ എന്താ വേണ്ടേ? ആരോഗ്യമല്ല, അത് മനസ്സിന്റെ ധൈര്യമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് അപ്പം എന്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമായിരുന്നു. കള്ളക്കളി. അതാണ് എന്നെ ഗവൺമെന്റ് ഏൽപ്പിച്ച ദൗത്യം. സരിത പറയുന്നത് കേട്ടോ, പിണറായി വിജയൻ അറിയാതെ എന്തെങ്കിലും ഞാൻ നടത്തുമോ? അത് പിണറായി വിജയനാണ് എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചത്. അതായത് പി ശശിയുടെ, അതായത് ഉമ്മൻചാണ്ടിയുടെ കാര്യമാണെങ്കിലും അതേപോലെ മറ്റുള്ളവരുടെ PC ജോർജിന്റെ കാര്യമാണെങ്കിലും ആരുടെ കാര്യമാണെങ്കിലും പണം കൊടുത്ത് അത് പിണറായി വിജയനും സരിതയും ഗണേശനും കൂടി ആരെ അകത്താക്കി? ഉമ്മൻചാണ്ടി അകത്താക്കി എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വീഡിയോയിൽ പറയുന്ന ആകപ്പാട്ടുള്ള ഒരു കാര്യം അതാണ്. പാവാട രാഷ്ട്രീയം കളിച്ച് പിണറായി വിജയൻ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതേപോലെ കള്ളക്കേസെടുത്ത്, ശരിയായ കേസെടുക്കുന്നതിന് ആരും വിരോധമല്ല. പക്ഷെ ഇവിടെ വന്ന കേസുകളെല്ലാം കള്ളക്കേസാണ്. ബലാത്സംഗം ചുമത്താവുന്ന ഒരു കാര്യവും അദ്ദേഹം ചെയ്തില്ല. നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് അവർക്ക് ശാരീരിക ബന്ധം പുലർത്തുന്നത്, അത് അവർ തമ്മിലുള്ള കാര്യമാണ്. അതിന് വ്യക്തമായ തെളിവുണ്ട്. എന്നാൽ പിണറായി വിജയന്റെ കൈവശം കിട്ടിയാൽ ഈ പരാതിക്കാരികളെല്ലാം കണ്ടെത്തി അദ്ദേഹം എന്ത് ചെയ്തു? കേസ് ബലാത്സംഗമാക്കി. എന്നിട്ട് അദ്ദേഹത്തെ വേട്ടയാടി. ഇത് തന്നെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെയും ചെയ്തത്. ഉമ്മൻചാണ്ടി എന്ന വയോധികനായ നീതിമാനായ ഒരു മനുഷ്യനെ ഇത്തരത്തിൽ ഒരു ലൈംഗിക കേസിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു സാമാന്യ മര്യാദയുടെ ഒരു അംശം ഉണ്ടാവില്ലേ? രാഷ്ട്രീയ രംഗത്ത് എത്രയോ കാലത്തെ വർഷത്തെ പരിചയവും ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തിയിട്ടുള്ള ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ കള്ളക്കേസിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത്രയും അധമനായ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഈ KLTയുടെ ഈ ഹൈക്കോടതിയുടെ ഈ വിധി വായിക്കണം. അതിൽ പറയുന്നത് എന്താ അറിയോ? അതിൽ പറയുന്നത് IT Act 67 വകുപ്പ് എന്താണ് പറയുന്നത് അത് ഞാൻ വായിക്കാം. അതാണ് 2 വകുപ്പാണ് എൻ്റെ പേരിലെടുത്ത്. 33/2025 നമ്പറിൽ കൊച്ചി സൈബർ ക്രൈം പോലീസ് എടുത്ത കേസിൽ കൃത്യമായി പറയുന്ന 2 വകുപ്പാണ് എൻ്റെ പേരിൽ ചേർത്തത്. ആ 2 വകുപ്പും ഈ കേസിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ ആകെ പറഞ്ഞ എന്താ,
പിണറായി വിജയൻ പാവാട രാഷ്ട്രീയം കളിക്കുന്നു, പിണറായി വിജയൻ പാവാട പൊക്കി രാഷ്ട്രീയം കളിക്കുന്നു. എന്നിട്ട് രാഷ്ട്രീയ എതിരാളികളെ പ്രതികാരത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? കള്ളക്കേസ് എടുക്കുന്നു. ഇത് ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത് ഉമ്മൻചാണ്ടിയെ വേട്ടയാടി എന്ന് പറഞ്ഞതിനാണ് എൻ്റെ പേരിൽ 67 ഒക്കെ വകുപ്പ് വെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ ഈ ദുഷ്ടതരത്തിന്റെ കാര്യം. എന്നിട്ട് എന്നെ വേട്ടയാടുകയാണ്, എൻ്റെ ഓഫീസ് വന്ന് റെയ്ഡ് നടത്തുകയാണ്. ഇത് കേരളത്തിൽ സമ്മതിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതിനൊക്കെ പോരാടാൻ തൻ്റെ ഇടമുള്ള ആളാണ് പിണറായി വിജയൻ. എന്നെ ജയിലടച്ചാൽ ഞാൻ അത് ഭേദിച്ച് പുറത്തു വരും. കാരണം ഞാൻ സത്യം മാത്രമാണ് ചെയ്തിട്ടുള്ളത് ജീവിതത്തിൽ. സത്യമല്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യില്ല. ഇന്ത്യൻ ഭരണഘടന പ്രകാരം അവകാശപ്പെട്ട ഒരു പത്രപ്രവർത്തനം ഏതൊക്കെ ലിമിറ്റ് വരെ പോകാം അത് പഠിച്ചത് തന്നെയാണ് ഞാൻ പത്രപ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ ഹൈക്കോടതി കൃത്യമായി എനിക്ക് ജാമ്യം തരുമ്പോൾ, മുൻകൂർ ജാമ്യം തരുമ്പോൾ കൃത്യമായി അത് അവർ പറയുന്ന എനിക്ക് എങ്ങനെയെങ്കിലും ജാമ്യം തരില്ല. ഞാൻ പബ്ലിഷ് ചെയ്തെന്ന് അതിൻ്റെ അത് കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടതാണ്. കേസ് എടുത്ത പോലീസുകാർ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. കേട്ടോളൂ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 67 പറയുന്നത് ഭാരതീയ നാഗരിക് സൗരക്ഷ സംഹിത 2023 S42 to invoke section 67A of the IT Act. The such publication in question must depict actual or simulated sexual acts or intercourse. Such a depiction does not necessarily have to be thorough filming. It can also be conveyed through spoken language. അതായത് പോൺ വീഡിയോയോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധങ്ങളെ കുറിച്ചുള്ള വിവരണമോ ഉള്ളപ്പോഴാണ് 67 വകുപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഉമ്മൻചാണ്ടി എന്ന സാധു മനുഷ്യനെ സരിതാ നായരെ കൊണ്ട് കള്ളപ്പരാതി ഉണ്ടാക്കി, ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാക്കി, കേസെടുത്ത് വേട്ടയാടി അദ്ദേഹത്തെ കൊന്നു എന്നാണ് എൻ്റെ ആരോപണം. അതെങ്ങനെയാണ് IT ആക്ട് 67 ഉണ്ടാവുക? അവിടെ സെക്ഷൽ എറോസ് ഉണ്ടാക്കിയ ലൈംഗിക വികാരങ്ങൾ ഉണർത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക വിവരണം ഉണ്ടോ? ഇല്ല. ഞാൻ പിണറായി വിജയൻ എന്ന അധമനായ മനുഷ്യൻ, കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ അനുഭവത്തിൽ. അദ്ദേഹം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ സാധു മനുഷ്യനെ പിണറായി വിജയൻ കള്ളക്കേസ് എടുത്ത് ലൈംഗിക ആരോപണത്തിൽ കുടുക്കി അങ്ങനെ വലിയ പ്രചരണം നടത്തി ഇതിലൂടെ അധികാരം പിടിച്ചെടുത്തു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ അധികാരം പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഈ സാധനത്തിൽ എവിടെയാണ് സെക്ഷൽ ആക്ട് വരുന്നത്? സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഞാനൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ തരത്തിൽ കള്ളക്കേസ് എടുത്തതിനെതിരെ വന്നതിൽ ഒരു കാരണവശാലും കേസ് എടുക്കാൻ പറ്റില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ടു അട്രാക്ട് സെക്ഷൻ 67A, the accused must publish, transmit or cause to publish or transmit in electronic form any material containing sexually explicit act or conduct. The IT Act does not define sexually explicit act or conduct. The term explicit means stated clearly and precisely and for or prescribing or depicting sexual activity in direct and detailed way. According to the Black's Law Dictionary, sexual activity is defined as physical sexual activity or both persons are engaged in sexual relations. See Pramod Anand Dumal versus State of Maharashtra 2021 Casualties Online 12,001. The term sexually explicit is often used as a euphemism for pornography. It includes unstimulated sexual acts, sexual intercourse and exposed genitalia. See Majish versus K. Matthew versus State of Kerala and another. Therefore, to invoke section 67A of the IT Act, the publication in question must depict actual or stimulated sexual acts or intercourse. Such a depiction does not necessarily have to be through filming. It can also be conveyed through spoken language. അതായത് വളരെ വിശദമായി IT Act 67 എടുക്കണമെങ്കിൽ ഇത്തരത്തിൽ സെക്ഷൽ ഇന്റർകോഴ്സ് അടങ്ങിയ അല്ലെങ്കിൽ അതിന്റെ വിവരണം അടങ്ങിയ സാധനം ഉണ്ടാകണം. എന്റെ പബ്ലിക്കേഷൻ ആപ്പാടെ പറഞ്ഞെന്താ? പിണറായി വിജയൻ കള്ളക്കേസ് എടുക്കുന്നു. ആർക്കെതിരെ? ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളക്കേസ് എടുത്തു. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അതേപടി ഉപയോഗിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. ഇത് വി ഡി സതീശൻ ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ നിലപാടുള്ള ആളാണ്.
അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ ഓൺ ദ സ്പോട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ മുൻകൈ എടുത്ത ആളാണ്. അതിന്റെ പേരിൽ അദ്ദേഹം ധാരാളം പഴി കേട്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ട് എന്തായി? പിണറായി വിജയന് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. 8 നിലയിൽ പൊട്ടി മാത്രമല്ല, കോടതികളിൽ തിരിച്ചടികൾ തുടർച്ചയായി കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം പിന്തുണ വന്നത്. കാരണം കള്ളക്കേസ് എടുത്തുകൊണ്ടാണ്. യഥാർത്ഥ ബലാത്സംഗ കേസ് നിൽക്കില്ല. ഇതേപോലെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്തത്. ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളക്കേസ് എടുത്ത് നിരന്തരം വേട്ടയാടി. ആ സാധു മനുഷ്യനെ വേട്ടയാടി കൊന്നത് പിണറായി വിജയനാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനെങ്ങനെയാണ് IT ആക്ട് 67 വരിക? എവിടെയാണ് സെക്ഷലി ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാവുന്നത്? ഒന്ന് പറഞ്ഞു തരാമോ പിണറായി വിജയ? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 S482 mere pendency of several criminal cases against the accused cannot itself be the basis for a refusal of pre-arrest bail if he is otherwise entitled to. അതായത് ഒരാൾക്കെതിരെ നിരവധി കള്ളക്കേസ് എടുത്തായിരിക്കും. ഇപ്പൊ ഷാജിസ്കറിക്കെതിരെ 130 മേലെ കള്ളക്കേസ് എടുത്തിട്ടുണ്ട്. ഞാൻ പഠിച്ചിടത്തോളം ഇന്ന് വരെ അദ്ദേഹത്തിനെതിരെ ശരിയായ ഒരു കേസ് എടുത്തിട്ടില്ല. അതായത് അദ്ദേഹം കുടുങ്ങുന്ന, ജയിലിൽ പോകാവുന്ന, ജയിലിൽ അടയ്ക്കാവുന്ന, ശിക്ഷ കിട്ടാവുന്ന ഒരു ഒന്നും ചെയ്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 100 200% എനിക്ക് പറയാൻ പറ്റും. ഞാൻ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ലാതെ ഒരു കാര്യം ചെയ്യില്ല. കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ വാർത്ത ചെയ്യാറുള്ളൂ. ചിലപ്പോൾ തെളിവുകൾ പുറത്തുവിടില്ല, എന്റെ കയ്യിൽ ഉണ്ടാവും. അത് ആവശ്യമായ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ കരുതി വെക്കും. പിണറായി വിജയനോടൊക്കെ ഏറ്റുമുട്ടുമ്പോൾ എല്ലാ തെളിവും ആദ്യം പുറത്തുവിടാൻ പറ്റില്ലല്ലോ. അതൊക്കെ ആവശ്യമുള്ള സമയത്ത് വന്നോളും. പിണറായി വിജയൻ, താങ്കൾ മനസ്സിലാക്കുക, എന്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടെന്നൊക്കെ താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ അത് വെട്ടികളുടെ സ്വർഗത്തിലാണ്. താങ്കൾ കുറെ റെയ്ഡ് നടത്തിയില്ലേ? താങ്കളെ 10,000 കോടി രൂപയുടെ വിദേശത്തുള്ള കള്ളപ്പണത്തിന്റെ വ്യക്തമായ രേഖകൾ എന്റെ ഓഫീസിൽ നിന്ന് താങ്കൾ എടുത്തുകൊണ്ടുപോയില്ലേ പോലീസിനെ ഉപയോഗിച്ച്? അതൊക്കെയല്ലേ താങ്കൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കോഴിക്കോട് താങ്കൾ ഒരു ഭീരുവാണെന്ന് തെളിയിച്ചുകൊണ്ടല്ലേ കോഴിക്കോട് ക്രൈമിന്റെ ഓഫീസിലെ ഈ ഗുണ്ടകളെ പറഞ്ഞയച്ചത്? മുഹമ്മദ് റിയാസിനെ അടക്കമുള്ള ഗുണ്ടകളെ പറഞ്ഞയച്ചത്. എന്നിട്ട് എന്തായി? അവസാനം സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ? അത്രയും ഭീകരമായ താങ്കളെ തകർക്കാൻ വരുന്ന രേഖയല്ലേ മുഹമ്മദ് റിയാസ് ക്രൈമിന്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത്? അത് വിളിച്ചു പറഞ്ഞതിനല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ താങ്കൾ ഇത്രയധികം കള്ളക്കേസുകളുമായി രംഗത്തിറങ്ങിയത്? ഇതൊന്നും നടക്കില്ല. ഇതൊക്കെ ഒരു കാലം വരെ നടക്കുള്ളൂ പിണറായി വിജയൻ. ഇപ്പൊ കണ്ടില്ലേ അയ്യപ്പന്റെ തിരിച്ചടി? എത്ര കൃത്യമായിട്ടാണ് ആ ഇലക്ഷൻ വരുമ്പോഴേക്ക് ഓരോ ദിവസവും വാർത്തകൾ വരാവുന്ന രൂപത്തിൽ താങ്കളുടെ മുഖംമൂടി പിച്ച് ചീന്തിക്കൊണ്ട് അയ്യപ്പ കോപം നിറഞ്ഞാടുന്നത്. കഴിഞ്ഞിട്ടില്ല പിണറായി വിജയൻ. ജനങ്ങൾ താങ്കളുടെ സ്വന്തം മണികൾ കല്ലെടുത്തെറിയും. കാരണം താങ്കൾ പാർട്ടിയെ വഞ്ചിച്ച് കോടാനുകോടി രൂപ വിദേശത്തുണ്ടാക്കി വെച്ച ആളാണെന്ന് നിങ്ങളുടെ പാർട്ടിയുടെ സാധാരണ അണികൾ തിരിച്ചറിയും. ഇത്തരം കള്ളക്കേസുകൾ എടുത്തുകൊണ്ടൊന്നും ഞങ്ങളെ പേടിപ്പിക്കാൻ കഴിയില്ല. ഇതിനൊക്കെ തിരിച്ച് ഞാൻ കേസ് ഫയൽ ചെയ്യും. ഏറ്റവും ചുരുങ്ങിയത് 1 കോടി 2 കോടി 5 കോടിക്കൊക്കെ ആയിരിക്കും ഞാൻ കേസ് ഫയൽ ചെയ്യുക. താങ്കളും പ്രതിയായിരിക്കും, മനസ്സിലാക്കുക. ഇതിൽ പറയുന്ന അടുത്ത ഭാഗം, the applicant indeed has criminal antecedents and he is involved in several crimes involving similar offences. However, it is settled that mere pendency of several criminal cases against the accused cannot itself be the basis of refusal of pre-arrest bail if he is otherwise entitled to Prabhagar Tiwari versus State of Uttar Pradesh judgment. The hard disk containing the alleged video was already seized by the police in connection with another crime. The investigation is almost over. Considering the allegations made against the applicant, his custodial interrogation seems unnecessary. For these reasons, I find this to be an appropriate case to grant pre-arrest bail to the applicant. മനസ്സിലായി പറഞ്ഞ എത്ര കൃത്യമായിട്ടാണ്. അതായത് എന്റെ വീഡിയോയിൽ അശ്ലീലമില്ല, വിമർശനം മാത്രമാണ്. പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത ലൈംഗിക കള്ള പരാതികള്, അതായത് കള്ളക്കേസുകള്, സരിതാ നായരെ കൊണ്ട് വ്യാജ ആരോപണം ഉണ്ടാക്കി പൈസ കൊടുത്ത്, അതേപോലെ ഗണേശൻ, ഇവര് 3 പേരും കൂടെ ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ കേസുകളാണ്. ഉമ്മൻചാണ്ടി കൊന്നത് പിണറായി വിജയനാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കള്ളക്കേസ് എടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. VD സതീശൻ സംരക്ഷിക്കുകയല്ല, അത്തരം ആളുകളെ മാറ്റി നിർത്തുന്ന നിലപാടാണ് എടുത്തത്. പിണറായി വിജയൻ P ശശിയെ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ. എന്തടിസ്ഥാനത്തിലാണ്, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ കൈവശം P ശശിക്കെതിരെയുള്ള കൃത്യമായ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടില്ലേ? എന്തുകൊണ്ടാണ് പോലീസിന് കൊടുക്കാത്തത്? ധൈര്യമുണ്ടോ? തന്റെ ഇടമുണ്ടെങ്കിൽ ആ P ശശിക്കെതിരെ ഉള്ള പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് കൊടുത്താൽ ഇന്ന് അകത്താവും. ധൈര്യമുണ്ടോ പിണറായിക്ക്?
എന്നിട്ട് ആ പി ശശിയും കെട്ടിപ്പിടിച്ചിരുന്നു കൊണ്ടാണ് എന്നെ പോലുള്ള സത്യത്തിന് വേണ്ടി പോരാടുന്ന പത്രപ്രവർത്തകരെയൊക്കെ കള്ളക്കേസിൽ പിടിക്കുക അകത്താക്കാൻ ശ്രമിക്കുന്നത്. നടക്കില്ല പിണറായി വിജയൻ. ഒരു ദിവസം ജീവിക്കണം, ഒരു ദിവസം ജീവിച്ചാൽ മതി. അന്തസ്സോടെ ആൺകുട്ടിയായി ജീവിച്ചാൽ മതി എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.